ഭർത്താവ് പുറത്തുനിന്ന് കയറി വരുമ്പോൾ വീട്ടിലേക്ക് ഭാരവുമായി, ചിന്തകളുമായി, ടെൻഷനുമായി കടന്നു വരുമ്പോൾ ആ ഭർത്താവിനെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുകയും കുടിക്കാനോ കഴിക്കാനോ ഉള്ള ഭക്ഷണം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ് ഒരു സമൂഹധർമ്മത്തിന് ഒരു പുരുഷനെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അത് അടിമവേലയല്ല, അത് ഇസ്സത്താണ്. ഹബീബിന്റെ മോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ചൂലെടുത്തുകൊണ്ട് മുറ്റമടിച്ചു വാരിയിരുന്നുവെന്നും വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിരുന്നുവെന്നും മാത്രമല്ല, അരക്കുന്ന ഗ്രൈൻഡർ ഇല്ലാത്ത കാലത്ത് റഹ എന്ന് പറയുന്ന കല്ലിന്റെ ആസുകല്ല് എന്ന് ഉസ്താദുമാർ അർത്ഥം പറഞ്ഞു തരുന്ന ആസുകല്ല്, കരിങ്കല്ലിന്റെ കഷ്ണങ്ങൾ എടുത്ത് അരച്ചുണ്ടാക്കിയിട്ട് കയ്യിൽ മുറിവുകളുണ്ടായിരുന്ന മഹദിയാണ് ഹബീബിന്റെ പൊന്നുമോൾ. രാജകുമാരിയായി ജീവിക്കാൻ കഴിയുമായിരുന്ന ഫാത്തിമത്തു സഹ്റാ. അതുകൊണ്ട് വീട്ടില് ജോലി ചെയ്യുന്നതോ വീട്ടിലെ പണിയെടുക്കുന്നതോ കുറവല്ല പെങ്ങളെ, സഹോദരിമാരെ, അഭിമാനമാണ്. ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബിന് അഭിമാനം കൊടുത്ത, സമാധാനം കൊടുത്ത, ശാന്തിയും തലോടലും കൊടുത്ത ഹബീബിന്റെ ഭാര്യയാണ്.